നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യ സീസണിലെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് രണ്ടാം സീസണിൽ കരീം ബെൻസിമ പൊളിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹാട്രിക് കണ്ട മത്സരം അക്ഷരാർത്ഥത്തിൽ ഗോൾ വർഷമാണ്. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ അൽ ഇത്തിഹാദ് നടത്തിയിരിക്കുന്നത്. 7-1 അൽ വഹദയെ അവർ പരാജയപ്പെടുത്തി വിട്ടിരിക്കുന്നത്. ബെൻസിമയുടെ ഹാട്രിക് കൂടാതെ അവാറും ഫാബിനോയും അൽയാമിയും അൽ ഷഹരിയും അൽ ഇത്തിഹാദിനായിട്ട് ഗോൾ നേടിയപ്പോൾ അൽ വഹദയുടെ ആശ്വാസ ഗോൾ അമീന്റെ വകയായിരുന്നു. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ അൽ ഇത്തിഹാദ് ലീഡെടുത്തു. 2ാമത്തെ മിനിറ്റിലാണ് കരീം ബെൻസിമയുടെ ഗോൾ പിറക്കുന്നത്. 13ാമത്തെ മിനിറ്റിൽ അവാറും ഗോൾ അടിച്ചു. എന്നാൽ 31ാമത്തെ മിനിറ്റിൽ യമനിലൂടെ അൽ വഹദ് ഒരു ഗോൾ മടക്കിയെങ്കിലും ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫാബിനോയുടെ ഗോൾ കൂടി വന്നപ്പോൾ 3-1 ലീഡുമായിട്ടാണ് അൽ ഇത്തിഹാദ് ഇടവേള സമയത്ത് കളിക്കളം വിട്ടത്. 2ാം പകുതിയിൽ എവിടെയാണോ ആദ്യ പകുതി അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ തുടങ്ങി. 46ാമത്തെ മിനിറ്റിൽ കരീം ബെൻസിമയുടെ ബ്രേസ് വരുന്നു. 55ാമത്തെ മിനിറ്റിൽ അൽയാമിയുടെ ഗോൾ പിറക്കുന്നു. ശക്തമായിട്ട് അൽ ഇത്തിഹാദ് കളിയും കൊണ്ട് അങ്ങ് പോവുകയാണ്. അതിനുശേഷം 87ാമത്തെ മിനിറ്റിൽ അൽ ഷഹരിയുടെ ഗോൾ. ഒടുവിൽ 89ാമത്തെ മിനിറ്റിൽ ബെൻസിമ തന്റെ ഹാട്രിക് പൂർത്തിയാക്കുക കൂടി ചെയ്തപ്പോൾ 7-1 തകർപ്പൻ ജയം അൽ ഇത്തിഹാദ് സ്വന്തമാക്കി. ഇതിൽ ഗോൾ അടിച്ചവരെ മാത്രമല്ല, ഒരാളെ കൂടി പറയണം, മൂസ ഡിയാബിയെ. ഡിയാബി 4 അസിസ്റ്റുകളാണ് ഈ മത്സരത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും തകർപ്പൻ പ്രകടനമാണ് അൽ ഇത്തിഹാദ് ഈ സീസണിൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച 3 കളികളിലും വിജയിച്ചു. 9 പോയിന്റോടെ അവര് ഇപ്പൊ 1ാം സ്ഥാനത്താണ്. അൽ ഹിലാലിനും അൽ ഇത്തിഫാക്കിനും 9 വീതം പോയിന്റുകളുണ്ട്. പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ അൽ ഇത്തിഹാദാണ്. ഇനി സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഗോളിന്റെ കാര്യത്തിൽ ബെൻസിമ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അലക്സാണ്ടർ മിട്രോവിച്ച് ആണ് 6 ഗോളുകളുമായിട്ട് 1ാമതെങ്കിൽ കരീം ബെൻസിമ 4 ഗോളുകളുമായിട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.